വി.ഡി. സതീശൻ മന്ത്രിസഭയിലെ മന്ത്രിമാരൊക്കെ മികച്ച ആൾക്കാർ തന്നെയാണ്. നമ്മുടെ കഴിഞ്ഞ 10 വർഷത്തെ പിണറായി വിജയൻ മന്ത്രിസഭയിലെ മന്ത്രിമാരുമായി താരതമ്യം ചെയ്യുമ്പോൾ പലപ്പോഴും താരതമ്യം ചെയ്യാനൊന്നും പറ്റില്ല കേട്ടോ. കാരണം അത്രക്കും കഴിവ് കെട്ടവരായിരുന്നു പിണറായി വിജയൻ മന്ത്രിസഭയിലെ മന്ത്രിമാർ എന്നുള്ളത് എല്ലാവർക്കും ബോധ്യമായ കാര്യമാണ്. അപ്പൊ അങ്ങനെ ഒരു താരതമ്യത്തിനൊന്നും സ്കോപ്പില്ല. എങ്കിലും ഈ മന്ത്രിസഭയിൽ ഇപ്പം വി.ഡി. സതീശനെ കുറിച്ച് ഞാൻ നേരത്തെ രാവിലത്തെ വീഡിയോയിൽ ഞാൻ പറഞ്ഞു. പറയുന്ന കാര്യങ്ങളിൽ വ്യക്തത, കൃത്യത, നിലപാടുകളിൽ സ്ഥിരത, അങ്ങനെ വി.ഡി. സതീശനെ കുറിച്ച് നമുക്ക് ഇതിനേക്കാൾ മികച്ച ഒരു മുഖ്യമന്ത്രിയെ എനിക്ക് തോന്നുന്നില്ല കോൺഗ്രസിനകത്ത് ഇപ്പോഴുണ്ട് എന്നുള്ളത്. നേരത്തെ രമേശ് ചെന്നിത്തലയും KCയും ഒക്കെ മുഖ്യമന്ത്രി സ്ഥാനത്തിന് വേണ്ടി മല്ലടിച്ച കാര്യമൊക്കെ നമ്മുടെ മുന്നിലുണ്ട്. ഇവരാരും മോശക്കാരാണ് എന്നല്ല പറയുന്നത് കേട്ടോ. ഇപ്പം രമേശ് ചെന്നിത്തലയെ സംബന്ധിച്ചിടത്തോളം രമേശ് ചെന്നിത്തല വളരെ സീനിയർ നേതാവാണ്. ചെന്നിത്തലയുടേതായ പ്രാഗൽഭ്യമുണ്ട്. പ്രത്യേകിച്ച് ഈ മന്ത്രിസഭയിൽ രമേശ് ചെന്നിത്തലയാണ് സ്കോർ ചെയ്തുകൊണ്ടിരിക്കുന്നത്. തൂഫാൻ എന്ന് പറയുന്ന ഓപ്പറേഷൻ തൂഫാൻ എന്ന് പറയുന്ന ആ ഒരു പ്രോഗ്രാമിലൂടെ എത്രയാണ് അല്ലേ കഴിഞ്ഞ 10 വർഷം കൊണ്ട് പിണറായി വിജയൻ സർക്കാരിലെ ആഭ്യന്തരമന്ത്രിയായിരുന്നു പിണറായി വിജയൻ. എന്നിട്ട് ലഹരി മാഫിയ ഇവിടെ അഴിഞ്ഞാടുകയായിരുന്നു. പക്ഷെ ഇതാ ഈ കഴിഞ്ഞ ഒരു 40 ദിവസം കൊണ്ട് ഓപ്പറേഷൻ തൂഫാനിലൂടെ പിടികൂടിയ കഞ്ചാവ്, പിടികൂടിയ MDMA, അതിൻ്റെ അളവ് എന്ന് പറയുന്നത് കഴിഞ്ഞ 10 വർഷം പിടികൂടിയതിനേക്കാളായിരുന്നു എന്ന് പറഞ്ഞാൽ ഇതാണ് ഒരു മാത്രമല്ല വളരെ കൃത്യമായി പോലീസിനെ എങ്ങനെയൊക്കെ നിയന്ത്രിക്കുകയും എങ്ങനെയൊക്കെ ഉപയോഗിക്കുകയും എങ്ങനെയൊക്കെ ജനക്ഷേമത്തിന് വേണ്ടി ഉപകരിക്കുകയും ഒക്കെ വേണമെന്ന് വളരെ കൃത്യമായി രമേശ് ചെന്നിത്തലയ്ക്ക് അറിയാൻ കേട്ടോ. അപ്പം ഞാൻ പറഞ്ഞുകൊണ്ട് വരുന്നത് ഓരോ മന്ത്രിമാരും അവരവരുടേതായ മേഖലകളിൽ മികവ് തെളിയിച്ചവരാണ്. അപ്പം CP ജോൺ എന്ന് പറഞ്ഞാൽ ഗതാഗത വകുപ്പിന്റെ മന്ത്രിയായ CP ജോൺ എനിക്ക് തോന്നുന്നു ഈ മന്ത്രിസഭയിൽ രമേശ് ചെന്നിത്തല കഴിഞ്ഞാൽ ഏറ്റവും പ്രഗത്ഭനായ മന്ത്രി CP ജോൺ തന്നെ ആണ്. പക്ഷെ എനിക്ക് അതേപോലെ തന്നെ ഇഷ്ടപ്പെട്ട ഒരു മന്ത്രിയാണ് നമ്മുടെ KM ഷാജി. എന്താ അറിയില്ല, ഞാനൊരു ഷാജി ഫാനാണ്. ഷാജിയുടെ പ്രസംഗങ്ങളൊക്കെ ഏറെ ഇഷ്ടപ്പെടുന്ന ഒരു വ്യക്തിയാണ് കേട്ടോ. ഞാൻ ഷാജിയെ കൂടുതൽ ഇഷ്ടപ്പെട്ടു പോയത് കഴിഞ്ഞ ദിവസം KM ഷാജി നമ്മുടെ കൈരളി റിപ്പോർട്ടർ TV-കാരനെയൊക്കെ എങ്ങനെ എന്താ പറയാ പഞ്ഞിക്കിടുന്ന ഒരു വീഡിയോ കണ്ടിട്ടാണ് കേട്ടോ. കാരണം പറയേണ്ടതുപോലെ പറയാൻ KM ഷാജിക്ക് അറിയാം. KM ഷാജിക്ക് വളരെ കൃത്യമായിട്ട് അറിയാം. ഉചിതമായോ ഉരുളക്കുപ്പേരി എന്ന പോലെ മറുപടി കൊടുക്കാൻ പറ്റുന്ന മന്ത്രിയാണ് KM ഷാജി. ഇക്കാര്യത്തിൽ എനിക്ക് തോന്നുന്നു വി.ഡി. സതീശനോട് കട്ടക്ക് നിൽക്കുന്ന ഒരു മന്ത്രി തന്നെയാണ് KM ഷാജി കേട്ടോ. ഇപ്പൊ ചർച്ചാ വിഷയമായ ഒരു കാര്യമുണ്ടല്ലോ, അതായത് പിണറായി വിജയന്റെ ഭരണത്തിലെ ദൗർബല്യങ്ങൾ മറച്ചു വെക്കാൻ വേണ്ടിയിട്ട് ഒരു ആനക്കള്ളം പറഞ്ഞു. അതായത് ഈ PMAY സ്കീം, അതായത് പ്രധാനമന്ത്രി ആവാസ് യോജന പദ്ധതി പ്രകാരം വീടില്ലാത്തവർക്ക് വീട് നൽകാനുള്ള കേന്ദ്ര പദ്ധതികളുണ്ട്. അതായത് ഈ ചേരി നിർമ്മാർജ്ജനത്തിന്റെ ഭാഗമായിട്ട് 1 ലക്ഷം രൂപ ചേരികളിൽ താമസിക്കുന്നവർക്ക് വീട് നിർമ്മിക്കാനുള്ള പണം കേന്ദ്രങ്ങൾ നൽകും. പിന്നീട് ഈ സ്വന്തമായിട്ട് വീട് നിർമ്മിക്കുന്ന ഈ പാവപ്പെട്ടവർക്ക് 1.5 ലക്ഷം രൂപ കേന്ദ്ര സർക്കാർ നൽകും. പിന്നീട് ഈ വായ്പ വാങ്ങിയിട്ടൊക്കെ വീട് നിർമ്മിക്കുന്ന ഈ ദുർബല വിഭാഗങ്ങൾക്ക് 2.56 ലക്ഷം സബ്സിഡി എന്ന് പറഞ്ഞാൽ അത്രയും തുക കേന്ദ്രം നൽകുന്നു. ഇങ്ങനെ വ്യത്യസ്തങ്ങളായ സ്കീമുകളുണ്ട്. ആ സ്കീമിൽ ചേർന്നുകൊണ്ട് വീട് നിർമ്മിക്കുന്നവർക്ക് അതിന് തത്തുല്യമായ ഒരു സഹായം സംസ്ഥാന സർക്കാരും കൊടുക്കും കേട്ടോ. കാരണം ഈ പണം കൊണ്ട് കേരളത്തിൽ വീടുണ്ടാക്കാൻ കഴിയില്ല എന്ന് നമുക്കൊക്കെ അറിയാലോ. ബാക്കിയുള്ള തുക സംസ്ഥാന സർക്കാരും കൊടുക്കും. അങ്ങനെയാണ് ഈ ലൈഫ് പദ്ധതിയിൽ ഉൾപ്പെടുത്തിക്കൊണ്ട് കുറേ വീടുകളൊക്കെ നിർമ്മിച്ചത്. PMAY പ്രൈം മിനിസ്റ്റേഴ്സ് ആവാസ് യോജന പദ്ധതി പ്രകാരം. പക്ഷെ പിണറായി വിജയൻ ഈ അവസാന കാലത്ത് ഇനി അമ്മാതിരി സഹായമൊന്നും നമുക്ക് വേണ്ട എന്ന് പറഞ്ഞാൽ ആ സ്കീമിന്റെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ PMAY സ്കീമിന്റെ പ്രത്യേകത അതിൽ ഉൾപ്പെടുന്ന വീടുകൾക്ക് ഒരു സ്റ്റിക്കർ ഒട്ടിക്കണം.
അതായത് ഇത് PMAY സ്കീമിന്റെ കൂടി സഹായത്താൽ നിർമ്മിച്ച വീടാണ് എന്ന് പറയുന്ന ഒരു സ്റ്റിക്കർ ഒട്ടിക്കണം. ഏതുപോലെ എന്ന് പറഞ്ഞാൽ ഞാൻ നേരത്തെ രാവിലെ ചെയ്ത വീഡിയോയിൽ പറഞ്ഞിരുന്നല്ലോ. അതായത് ആയുഷ്മാൻ ആരോഗ്യ മന്ദിർ എന്ന് ഈ നമ്മുടെ പ്രാഥമിക ആരോഗ്യ കേന്ദ്രങ്ങൾക്ക് അങ്ങനെ ഒരു പേര്, അങ്ങനെ ഒരു ബോർഡ് വേണം എന്നൊക്കെ പറയുന്ന പോലെ, അതായത് കേന്ദ്രത്തിന്റെ ഇത്തരത്തിലുള്ള എല്ലാ സ്കീമുകൾക്കും അതിൻ്റെതായ അവരുടെ ചില ചട്ടങ്ങളുണ്ട്. ആ ചട്ടങ്ങൾ പാലിച്ചാൽ മാത്രമേ കേന്ദ്ര സഹായം കിട്ടുകയുള്ളൂ. അപ്പോൾ പിണറായി വിജയൻ ഈ ഏറ്റവും അവസാനം പറഞ്ഞിരുന്നത് കേന്ദ്രത്തിൽ നിന്ന്, അതായത് അദ്ദേഹം പറഞ്ഞിരുന്നത് ഇങ്ങനെയാണ്, അതായത് അഭിമാനം പണയം വെച്ചുകൊണ്ട് ഉള്ള ഒരു പരിപാടിക്കുമില്ല എന്ന് പറഞ്ഞാൽ, ഈ കേന്ദ്ര സർക്കാരിന്റെ ഫണ്ട് വാങ്ങിയിട്ട്, സംസ്ഥാന സർക്കാരിന്റെ ഫണ്ട് വാങ്ങിയിട്ട് അതിൽ ഒരു സ്റ്റിക്കർ ഒട്ടിക്കുക എന്ന് പറയുന്ന പരിപാടി അവിടെ താമസിക്കുന്ന ആൾക്കാരുടെ അഭിമാനത്തിന് ക്ഷതമാണ്. അതുകൊണ്ട് ഇനി മുതൽ ഇമാതിരി പൈസ നമുക്ക് വേണ്ട, അതാ പറയുന്നത്. ഈ മാതിരി പൈസ വേണ്ട, അതായത് കേന്ദ്ര സർക്കാരിന്റെ പൈസ വേണ്ട. ഈ ഒരു സ്റ്റിക്കർ ഒട്ടിക്കണം എന്നുള്ള ഒരൊറ്റ കാര്യം കൊണ്ട് ഇയാൾ പറയാണല്ലോ. ഈ കേന്ദ്ര സർക്കാരിന് ഏതാണ്ട് ഒരു 1.25 ലക്ഷത്തോളം വീടുകൾ ഉണ്ടാക്കാനുള്ള പണമാണ് ഓരോ വർഷവും ഈ PMAY സ്കീമിലൂടെ സംസ്ഥാനത്തിന് കിട്ടാൻ പോകുന്നത്. അത് വേണ്ട എന്ന് പറഞ്ഞുകൊണ്ട് അത് ഒഴിവാക്കിയ, എന്താ ഇയാളെ വിശേഷിപ്പിക്കണ എനിക്കറിയില്ല, അത്തരം നിഷ്ഠൂരനാണ് അല്ലേ പിണറായി വിജയൻ. ആ പിണറായി വിജയനെ വലിച്ചു കീറി നമ്മുടെ കെ എം ഷാജി പറഞ്ഞു, ഇപ്പൊ കേന്ദ്രത്തിന്റെ നിലപാടുകളും ഒക്കെ ആയിട്ട് വ്യത്യസ്ത അഭിപ്രായങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ട്. പക്ഷേ കേന്ദ്രത്തിന്റെ ഫണ്ട് ഈ ഒരു പ്രശ്നത്തിന്റെ പേരിൽ എന്തായാലും വേണ്ട എന്ന് വെക്കാൻ തദ്ദേശ സ്വയംഭരണ സ്ഥാപന മന്ത്രി എന്ന രീതിയിൽ ഞാൻ തയ്യാറല്ല. കേന്ദ്രത്തിന്റെ ഫണ്ട് വേണം, അതിന് സ്റ്റിക്കർ ഒട്ടിക്കാം, അത് അവരുടെ നിബന്ധനയാണ്. സ്റ്റിക്കർ ഒട്ടിക്കാം എന്ന് പറഞ്ഞപ്പോഴത്തേക്ക് കഴിഞ്ഞ ദിവസം റിപ്പോർട്ടർ TV മുതൽ കൈരളി TV വരെ പറഞ്ഞു, കെ എം ഷാജി BJP ആയി, കെ എം ഷാജി സംഘപരിവാറായി, കെ എം ഷാജിയും സംഘപരിവാറും കൂടിച്ചേർന്നു, കെ എം ഷാജിയും മോദിയും തമ്മിൽ അവിശുദ്ധ ബന്ധം, മോദിയുടെ പടം എല്ലാ വീടുകളിലും ഇങ്ങനെ വെക്കുന്നു, മോദിയുടെ പടം എല്ലാ വീടുകളിലും വെക്കാൻ വേണ്ടി ഷാജി പറഞ്ഞിരിക്കുന്നു. ഷാജി ആകെ പറഞ്ഞത്, അതായത് കേന്ദ്രത്തിന്റെ ഈ രീതിയിലുള്ള ഫണ്ട് കിട്ടുന്ന, ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഒരു 1 ലക്ഷമോ 1.5 ലക്ഷമോ 2.56 ലക്ഷമോ ഇങ്ങനെ ഫണ്ട് കിട്ടുന്ന ഒരു 1.25 ലക്ഷത്തോളം ഭവനരഹിതർക്കുള്ള ഇത്തരത്തിലുള്ള ഒരു സാധ്യത നമ്മൾ ഉപയോഗപ്പെടുത്തണം. ആ ഉപയോഗപ്പെടുത്തുമ്പോൾ കേന്ദ്രം നിർദ്ദേശിക്കുന്ന തരത്തിലുള്ള ഒരു സ്റ്റിക്കർ ആ വീടിന്റെ മേലെ പതിക്കണം. അതിലെന്താ പ്രശ്നം എന്നാണ് ഷാജി ചോദിച്ചത്. അതിൽ പ്രധാനമന്ത്രിയുടെ മുഖമുള്ള ചിത്രം എന്ന് പറഞ്ഞിട്ടില്ല. അത് ഷാജി വിശദീകരിക്കുന്നുണ്ട്. കാരണം ഷാജി എന്നിട്ട് എടുത്ത് കാണിക്കുന്നു, ഇതാണ് ആ എംബ്ലം എന്ന് പറഞ്ഞാൽ പ്രധാനമന്ത്രി ആവാസ് യോജന എന്ന് മാത്രമേ അതിലുള്ളൂ. പ്രധാനമന്ത്രി ആവാസ് യോജന എന്ന് പറയുന്ന അവരുടെ ഒരു ലോഗോ ആണ് അതിലുള്ളത്. അതിൽ നരേന്ദ്രമോദിയുടെ ഫോട്ടോ ഇല്ല, നരേന്ദ്രമോദി എന്ന് പോലും ഇല്ല. പ്രധാനമന്ത്രി നരേന്ദ്രമോദി എന്നോ നരേന്ദ്രമോദിയുടെ ഫോട്ടോ ഒന്നും അതിലില്ല. അതില് PMAY സ്കീം എന്ന് പറയുന്ന ഒരു ലോഗോ ആണുള്ളത്. ഈ ലോഗോ പതിപ്പിക്കാൻ നിങ്ങൾക്ക് എന്താ ബുദ്ധിമുട്ട്? ഷാജി ചോദിക്കുകയാണ്. എന്നിട്ട് ഷാജി പറയുന്നുണ്ട്, ഈ EMS ഭവന പദ്ധതി ഉണ്ടല്ലോ, EMS ഭവന പദ്ധതി, അതായത് ഈ ഇടതുപക്ഷ സർക്കാർ കൊണ്ടുവന്ന ഒരു ഭവന പദ്ധതിയാണ് EMS ഭവന പദ്ധതി. അതിന്റെ പേര് EMS ഭവന പദ്ധതി എന്നാണ്. അപ്പൊ EMS ഭവന പദ്ധതി എന്ന് പറയുന്ന ഒരു സ്കീം ഇറക്കാനും അതിന്റെ സ്റ്റിക്കർ ഒട്ടിക്കാനൊക്കെ നിങ്ങൾക്ക് പറ്റുമല്ലേ? എന്ന് പറഞ്ഞാൽ EMS എന്ന് പറയുന്ന ഒരു മുൻകാല മുഖ്യമന്ത്രിയുടെ പേരിൽ നിങ്ങൾക്ക് ഒരു പദ്ധതി ഇറക്കാം, നിങ്ങൾക്ക് അവിടെ പ്രശ്നമൊന്നുമില്ല. PMAY നിങ്ങൾക്ക് ഉപയോഗിക്കാൻ പറ്റില്ല. അതിൽ നരേന്ദ്രമോദി എന്നുള്ള പേര് കൂടി ഇല്ലാന്നേ. നരേന്ദ്രമോദി എന്നുള്ള പേര് കൂടിയില്ല എന്ന് പറഞ്ഞാൽ പ്രധാനമന്ത്രിയുടെ പേരില്ല, ആ പ്രധാനമന്ത്രി എന്ന് മാത്രമേ ഉള്ളൂ. അത് നിങ്ങൾക്ക് പറ്റില്ല. നിങ്ങൾക്ക് EMSന്റെ പേര് വെക്കാം. ഇത് ഒരു ഇരട്ടത്തപ്പല്ലേ എന്നാണ് കെ എം ഷാജി ചോദിക്കുന്നത്. അതുകൊണ്ട് കെ എം ഷാജി പറയുന്നു, ഇതാ ഇനി മുതൽ ഈ പിണറായി വിജയന്റെ ഈ ചപ്പടാച്ചി പരിപാടിയൊന്നും ഇനിയില്ല. കേന്ദ്ര സർക്കാരിന്റെ ഫണ്ട് വാങ്ങിക്കും എന്ന് വെച്ച് ഇവര് പറയുന്ന പോലെ കേന്ദ്ര സർക്കാരുമായി എല്ലാ ദിവസവും രാവിലെ കേന്ദ്ര സർക്കാരിനെതിരെ 4 തെറി പറയുക, കേന്ദ്ര സർക്കാരിനെതിരെ ഇങ്ങനെ യുദ്ധം ചെയ്യുക, അതിനൊന്നുമില്ല. കേന്ദ്ര സർക്കാരിന്റെ അടുത്ത് നിന്ന് ഫണ്ട് വാങ്ങും, ആവശ്യത്തിനുള്ള ഫണ്ട് ചോദിച്ചു വാങ്ങും. ഇതൊക്കെ സ്വാഭാവികമായിട്ട് ചെയ്യും. അതല്ലാതെ ആവശ്യമില്ലാതെ കേന്ദ്രവുമായി ഏറ്റുമുട്ടാൻ ഇല്ല എന്ന് ഷാജി വളരെ കൃത്യമായി പറഞ്ഞു. എന്ന് വെച്ച് ഞങ്ങളുടെ നയമാണ്. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ നയമുണ്ട്. ആ നയവും ഞങ്ങളുടെ നയവും തമ്മിൽ വ്യത്യാസമുണ്ട് എന്ന് വെച്ചിട്ട് എല്ലാ ദിവസവും രാവിലെ നരേന്ദ്രമോദിയുമായിട്ട് ഇങ്ങനെ യുദ്ധം ചെയ്യാൻ പറ്റുമോ? നമ്മൾ എന്താ പറയുക, ഒരു സംസ്ഥാനമാണ് അല്ലേ, സംസ്ഥാനത്തിലെ ഒരു മന്ത്രിയാണ്. അപ്പൊ സ്വാഭാവികമായും ഞാൻ നോക്കേണ്ടത് ഇവിടെ ജനങ്ങൾക്ക് അർഹമായ കാര്യങ്ങൾ നേടിയെടുക്കണം. ഇതിനു വേണ്ടിയിട്ട് ഈ പിടിവാശി പിടിച്ചിട്ട് പിണറായി വിജയന്റെ പോലെ ഈ പിടിവാശി പിടിച്ചിട്ട് ഈ പറയുന്ന സഹായം മുഴുവൻ നഷ്ടപ്പെടുത്താൻ ഏതായാലും ഞാൻ തയ്യാറല്ല എന്ന്
തുറന്നടിക്കുകയാണ് കെ എം ഷാജി. നമുക്കറിയാം ഈ പിണറായി വിജയൻ ചെയ്ത ഇമാതിരി ഒരുപാട് തെമ്മാടിത്തങ്ങൾ ഉണ്ടായിരുന്നു. തെമ്മാടിത്തം എന്നല്ലാതെ പിന്നെ എന്തിനാ പറയുക, ഈ കെ എസ് ആർ ടി സിക്ക് നിരവധിയായ ഇലക്ട്രിക് ബസ്സുകൾ അല്ലേ, കേന്ദ്ര പദ്ധതി അനുസരിച്ച് വിവിധ സംസ്ഥാനങ്ങൾക്ക് ഇലക്ട്രിക് ബസ്സുകൾ കൊടുത്തിരുന്നു. 1000+ ഇലക്ട്രിക് ബസ്സുകളാണ് ഓരോ സംസ്ഥാനത്തിനും കേന്ദ്രം അനുവദിച്ചിരുന്നത്. പക്ഷെ കേരളം വാങ്ങില്ല എന്നേ. അതിന് ഡീസൽ പോലും അടിക്കേണ്ട കാര്യമില്ലാത്ത അത്തരത്തിലുള്ള ബസ്സുകൾ വേണ്ട എന്ന് പറഞ്ഞു. കാരണം നരേന്ദ്രമോദിയുടെ അമ്മാതിരി പരിപാടി ഒന്നും ഞങ്ങൾക്ക് വേണ്ട എന്ന് പറയുന്ന മുരടനായിരുന്നു പിണറായി വിജയൻ. അതുകൊണ്ടൊക്കെ തന്നെയാണ് പിണറായി വിജയന് ഇന്ന് ഈ ദുർഗതി വന്ന് പെട്ടത് നമുക്കൊക്കെ അറിയാം. ഏതായാലും കെ എം ഷാജി തൻ്റെ നിലപാട്, അപ്പോൾ ഈ മന്ത്രിസഭയെ നമ്മൾ ഇഷ്ടപ്പെട്ടു പോകുന്നത് വി ഡി സതീശൻ എന്ന് പറയുന്ന തൻ്റെ ഒരു നയം, തൻ്റെ ഒരു നിലപാട്, ആ നിലപാടിലൊരു കൃത്യത, അതിനിപ്പോൾ ആര് എന്ന് പറഞ്ഞാലും VM സുധീരൻ എന്ന് പറഞ്ഞാലും അതിലൊരു മാറ്റവുമില്ല. അത് വളരെ കൃത്യമാണ്. കാരണം ഈ ഭരണം എന്ന് പറയുന്നത്, ഇത് എനിക്ക് തോന്നുന്നു ഇത് UDF മന്ത്രിസഭയിലെ എല്ലാ മന്ത്രിമാർക്കും അറിയാം. ഈ ഭരണം എന്ന് പറയുന്നത് സാധാരണ രീതിയിലുള്ള ഒരു തെരഞ്ഞെടുപ്പ് ആയിരുന്നില്ല കഴിഞ്ഞ പ്രാവശ്യം നടന്നത്. അതായത് UDF സർക്കാരിൻ്റെ മേന്മകൾ, UDF സർക്കാരിനോടുള്ള ഇഷ്ടം കൊണ്ട് മാത്രമായിരുന്നില്ല ജനങ്ങൾ കഴിഞ്ഞ തവണ വോട്ട് ചെയ്തത്. അങ്ങനെ ഒരുപാട് ആൾക്കാർ വോട്ട് ചെയ്തിട്ടുണ്ടാവാം. പക്ഷെ അതിനോടൊപ്പം തന്നെ കഴിഞ്ഞ 10 വർഷത്തെ പിണറായി സർക്കാരിനോടുള്ള വിരോധമുണ്ട്. അത്തരത്തിൽപ്പെട്ടൊരു സർക്കാർ ഇനി വരാൻ പാടില്ല എന്ന് വെച്ചിട്ട് പിണറായി സർക്കാരിനെ കാലങ്ങളായി വോട്ട് ചെയ്തുകൊണ്ടിരുന്ന പാർട്ടി അരിവാൾ ചുറ്റിയ നക്ഷത്രത്തിൽ മാത്രം വോട്ട് ചെയ്തിരുന്ന ഒരുപാട് പേർ ഇത്തവണ UDF വോട്ട് ചെയ്തു. അങ്ങനെയാണ് UDF 102 സീറ്റിലേക്ക് വരുന്നത്. VD സതീശൻ നേരത്തെ തന്നെ പറഞ്ഞിരുന്നു 100+ സീറ്റുകൾ എന്തായാലും കിട്ടും, അല്ലെങ്കിൽ ഞാൻ രാഷ്ട്രീയ വനവാസത്തിന് പോകുമെന്ന് വളരെ ആത്മവിശ്വാസത്തോടെ VD സതീശൻ പറഞ്ഞിരുന്നു. പക്ഷേ UDF പലരും അല്ലെങ്കിൽ രാഷ്ട്രീയ നിരീക്ഷകരൊക്കെ UDF അധികാരത്തിൽ വരും, അതിന് എന്താ പറയുക, അക്കാര്യം ഉറപ്പാണ്. പക്ഷേ 100+ എന്നൊക്കെ അത്ര കിട്ടുമോ എന്നൊക്കെ പലരും സംശയം പ്രകടിപ്പിച്ചിരുന്നു. കാരണം അതിനുള്ള കാരണം എന്ന് പറഞ്ഞാൽ ഇപ്പോൾ UDF സംബന്ധിച്ചിടത്തോളം അത്രമാത്രം ഒരു ജനപ്രീതിയൊന്നും UDF ആ കാലത്ത് ഉണ്ടായിരുന്നില്ല. അതിനേക്കാൾ ഉപരി ഇവിടെ ഈ തിരഞ്ഞെടുപ്പിൽ പ്രതിഫലിച്ചത് പിണറായി വിജയൻ സർക്കാരിനോടുള്ള എന്താ പറയുക വിരോധമായിരുന്നു. അത് പ്രാവർത്തികമാക്കിയത്, അല്ലെങ്കിൽ ഈ UDF അധികാരത്തിലേറ്റിയത് ഒരു വിഭാഗം CPMകാർ തന്നെയായിരുന്നു. അതുകൊണ്ടൊക്കെ തന്നെ ഇപ്പം VD സതീശനെ സംബന്ധിച്ചിടത്തോളം VD സതീശന്റെ ഓരോ മന്ത്രിമാർക്കും ഏറ്റവും വലിയൊരു ഉത്തരവാദിത്തമാണ്. കാരണം അവർ UDF തങ്ങളെ വോട്ട് ചെയ്ത് അധികാരത്തിലേറ്റിയ UDF അണികളോട് മാത്രമല്ല അവർക്ക് പ്രതിബദ്ധത, ഈ നാട്ടിലെല്ലാവരോടും എന്ന് പറഞ്ഞാൽ CPMകാരോട് പോലും, നല്ല CPMകാരോട് പോലും അവർക്ക് ഉത്തരവാദിത്തമുണ്ട്. അതുകൊണ്ട് തന്നെ ഈ ഭരണം പിണറായി വിജയൻ നടത്തിയ പോലുള്ള ഒരു അഴകൊടമ്പൻ, അല്ലെങ്കിൽ പിണറായി വിജയന്റെ ഒരു പ്രൗഢി നിലനിർത്താൻ വേണ്ടിയിട്ട് ഈ സാധാരണക്കാരുടെ ആവശ്യങ്ങൾക്ക് നേരെ മുഖം തിരിച്ചുകൊണ്ടുള്ള ഒരു ഭരണമായിരിക്കില്ല UDF നടത്താൻ പോകുന്നതെന്ന് വളരെ കൃത്യമായി ഇതിലെ ഓരോ മന്ത്രിമാർക്കും അറിയാം. അതുകൊണ്ട് തന്നെ കെ എം ഷാജിയുടെ ഈ നിലപാടുണ്ടല്ലോ, കയ്യടിക്കാതെ വയ്യ. കെ എം ഷാജി ഈ കൈരളിക്കാരൻ അതിൻ്റെ അടുത്ത് ചോദിച്ചു, കുറേ കുത്തിയ ചോദ്യങ്ങളൊക്കെ ചോദിച്ചപ്പം ഇതിൽ കെ എം ഷാജി കൈരളിക്കാരനെയും ഈ റിപ്പോർട്ടർ TV-കാരനെയും ഒക്കെ അവരുടെ വായിലേക്ക് ഇങ്ങനെ പടം കുത്തിക്കയറ്റിക്കിട്ട് പിന്നെ അവർക്ക് മിണ്ടാൻ പറ്റുന്നില്ല. കാരണം ആ രീതിയിലുള്ള ഉരുളക്കുപ്പേരി പോലെ അവരുടെ മുനവെച്ചുള്ള ചോദ്യങ്ങൾക്ക് എന്താ പറയുക, വെട്ടിപ്പൊട്ട് പോലെയായിരുന്നു കെ എം ഷാജി അവരെ അടിച്ചിരുത്തിയത്. അങ്ങനെ ആവണം മന്ത്രിമാർ, അങ്ങനെ ആവണം. എനിക്ക് സിദ്ദിഖിനോടൊക്കെയുള്ള അഭിപ്രായ വ്യത്യാസം എന്ന് പറഞ്ഞാൽ സിദ്ദിഖൊക്കെ കണ്ടു പഠിക്കണം കെ എം ഷാജിയെ. അതായത് അങ്ങനെ നമ്മുടെ ആ ഒരു മന്ത്രിസ്ഥാനത്തിരിക്കുമ്പോൾ നമുക്ക് നമ്മുടേതായ നിലപാടുകൾ വേണം. അതിന് എതിരെ ശബ്ദമുയർത്തുന്ന ആൾക്കാർക്ക് നേരെ കൈവിരൽ ചൂണ്ടിക്കൊണ്ട് ഇരിക്കവിടെ എന്ന് പറയാൻ പറ്റണം. സിദ്ദിഖ് കഴിഞ്ഞ തവണ നമ്മുടെ ശ്രീരാം വെങ്കട്രാമൻ നമ്മുടെ ആ കേസിൽ KM ബഷീറിന്റെ വാഹനം ഇടിച്ച് KM ബഷീർ മരണപ്പെട്ടു പോയ ആ സംഭവത്തിൽ പ്രതിസ്ഥാനത്ത് നിൽക്കുന്ന ശ്രീരാം വെങ്കട്രാമനെ ഈ സിദ്ദിഖ് പത്രസമ്മേളനത്തിൽ കൂടെ കൂട്ടിയതിനെതിരെ റോഷിപ്പാൽ എന്ന് പറയുന്ന മാധ്യമപ്രവർത്തകൻ ഒച്ചപ്പാട് ബഹളം ഉണ്ടാക്കി. ഈ റോഷിപ്പാൽ എന്ന് പറയുന്ന ഈ അടിമ
റോഷിപാൽ അടിമയാണ്. ആരുടെ അടിമയാണ്? ഈ മരംകുത്തി മുതലാളിയുടെ, മരംകുത്തി കാട്ടുകള്ളൻ മുതലാളിയുടെ അടിമയായ ഈ പറയുന്ന റോഷിപാൽ എന്ന് പറയുന്ന ഒരു മാധ്യമ പ്രവർത്തകനുണ്ട്. ഇവനോടൊക്കെ പുച്ഛമാണ് ആൾക്കാർക്ക്, പുച്ഛമാണ് ഈ മാധ്യമപ്രവർത്തകർക്ക് മുഴുവൻ അപമാനമാണ് ഇത്തരത്തിലുള്ള ആൾക്കാർ. അതായത് ഇവൻ നേരത്തെ കഴിഞ്ഞ തവണ പി പ്രസാദ് കൃഷിമന്ത്രി ആയിരിക്കുമ്പോൾ പി പ്രസാദിന്റെ കൂടെ പല വേദികളിലും ഈ ശ്രീരാം വെങ്കട്ടറാമ വന്നിരുന്നു. അന്നൊന്നും റോഷിപാലിന് അതൊന്നും പ്രശ്നമല്ല. പി പ്രസാദിന്റെ കൂടെ വന്നിരിക്കാം, പക്ഷെ സിദ്ദിഖിന്റെ കൂടെ ഇരുന്നാൽ റോഷിപാലിന് എന്താ പറയാ രോഷം ഉയരും. ഇതൊക്കെ പറയുന്നത് ഇതൊക്കെ കാണുന്നുണ്ട് എന്നുള്ളതാണ്. ഇതൊക്കെ ജനങ്ങൾ കാണുന്നുണ്ട്. പഴയ പോലെയല്ല 24 മണിക്കൂറിനും തുറന്നു പിടിച്ച മാധ്യമ പ്രവർത്തനമാണ്. അതായത് ഇവരുടെ ഈ വെറും ചാനലുകളോ അല്ലെങ്കിൽ പത്രങ്ങളോ അല്ലല്ലോ. പത്രങ്ങളും ചാനലുകളൊക്കെ കാണുന്നതിന്റെ 100 ഇരട്ടി 1000 ഇരട്ടി ആൾക്കാർ സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമിലൂടെ, ഇത്തരത്തിലുള്ള യൂട്യൂബ് ചാനലുകളിലൂടെ, ഫേസ്ബുക്ക് പോസ്റ്റുകളിലൂടെ അവർ കാര്യങ്ങൾ ഇങ്ങനെ അറിയുകയാണ്. അപ്പം ഏതായാലും ഞാൻ ദീർഘിപ്പിക്കുന്നില്ല. KM ഷാജിക്ക് ഒരുപാട് അഭിവാദ്യങ്ങൾ നേരുകയാണ്. പിണറായി വിജയൻ സർക്കാരിൻ്റെ കാലത്ത് നടന്ന ഇത്തരത്തിലുള്ള പിടിവാശി മൂലം നൂറുകണക്കിന് ആയിരക്കണക്കിന് ജനങ്ങൾക്ക് പാർപ്പിടം നഷ്ടപ്പെടുമ്പോൾ അതൊന്നും ഒരു പ്രശ്നമല്ല. കേന്ദ്ര സർക്കാരിൽ നിന്ന് കിട്ടാവുന്നിടത്തോളം ഫണ്ടുകൾ ഞങ്ങൾ വാങ്ങിയെടുക്കും. ഈ പാർപ്പിടമില്ലാത്തവരുടെ പരാതികളൊക്കെ പരിഹരിക്കും, അവർക്ക് പാർപ്പിടങ്ങൾ ഒരുക്കി കൊടുക്കുമെന്നുള്ള ഈ ദൃഢനിശ്ചയമുണ്ടല്ലോ, അതിന് കൈയടിക്കാതെ വയ്യ. മാത്രമല്ല ഇവർ പറഞ്ഞുകൊണ്ടിരിക്കുന്ന LDF സർക്കാർ കഴിഞ്ഞ പ്രാവശ്യം പറഞ്ഞുകൊണ്ടിരിക്കുന്ന ഏറ്റവും വലിയ ഇവരുടെ കള്ളത്തരം എന്ന് പറഞ്ഞാൽ തുറന്ന കള്ളത്തരേ പറയുള്ളൂ. അതായത് മറ്റേ ഉമ്മൻചാണ്ടിയുടെ ഭരണകാലത്ത് ആകെ നിസ്സാരമായ വീടുകളെ ഉണ്ടാക്കി കൊടുത്തിട്ട് ഞങ്ങളിതാ 5.5 ലക്ഷം ലൈഫ് വീടുകൾ ഉണ്ടാക്കി കൊടുത്തു എന്ന്. യഥാർത്ഥത്തിൽ ഉമ്മൻചാണ്ടി കഴിഞ്ഞ 5 വർഷം കൊണ്ട് ഏതാണ്ട് ഈ 5-5.25 ലക്ഷം വീടുകൾ ഉണ്ടാക്കി കൊടുത്തിരുന്നു. ഏതാണ്ട് ഒരു 1000-ഓളം വീടുകളുടെ 10,000-ഓളം വീടുകളുടെ നിർമ്മാണം പകുതിയാക്കി പൂർത്തീകരിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. അപ്പോഴാണ് ഈ ഇടതുപക്ഷം വന്നത്. ഇടതുപക്ഷം ഈ 10 വർഷം കൊണ്ട്, ഉമ്മൻചാണ്ടി സർക്കാർ 5 വർഷം കൊണ്ട് ഉണ്ടാക്കിയ വീടുകളുടെ അത്ര പോലും വീടുകൾ ഈ 10 വർഷം കൊണ്ട് ഇടതുപക്ഷ സർക്കാർ ഉണ്ടാക്കിയില്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം. പക്ഷെ ഇതൊക്കെ മറച്ചു വെച്ചുകൊണ്ട് ഇവർ കള്ളത്തരം പറയണം. അല്ല, ഒക്കെ പിണറായി ഇല്ലെങ്കിൽ, അതാണ് പറയുന്നത്, പിണറായി ഇല്ലെങ്കിൽ വേറെ ആരുമില്ല എന്ന് പറഞ്ഞാൽ പിണറായി. അത് ഇനി നടക്കില്ല. കാരണം VD സതീശനാണ്, CP ജോണാണ്, റോജി M ജോണാണ്, നമ്മുടെ KM ഷാജിയാണ്. ഇതേപോലെ നല്ല എന്താ പറയുക കിഡിലൻ മന്ത്രിമാരാണുള്ളത്. നിങ്ങളുടെ കളികളൊന്നും ഇനി ചെലവാകില്ല. ഈ അന്തംഗമ്മികളെ, ഇമ്മാതിരിയുള്ള മാപ്രകളെ എന്ന് മാത്രമേ എനിക്ക് പറയാനുള്ളൂ. ബാക്കി വിശേഷങ്ങൾ അടുത്ത വീഡിയോയിൽ. അതുവരെ എല്ലാവർക്കും നന്ദി, നമസ്കാരം.